കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ കാണുന്നത് ഒരു ലിക്വിഡിറ്റി ഡ്രിവൺ റാലി അല്ലെങ്കിൽ ഒരു ഇവന്റ് ബേസ്ഡ് റാലി ആയിരുന്നു. അത് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ മാർക്കറ്റ് പതുക്കെ മറ്റൊരു സ്റ്റേജിലേക്ക് വരികയാണ്. ഏർണിംഗ്സ് എക്സിക്യൂഷൻ ബേസ്ഡ് ഫേസ് ആണ്. അപ്പൊ ഈ ഒരു പുതിയ സാഹചര്യത്തിൽ നല്ല കോർപ്പറേറ്റ് റിസൾട്ടുകളും അതുപോലെ തന്നെ പ്രൊമോട്ടർമാരുടെ ശക്തമായിട്ടുള്ള പിന്തുണയൊക്കെ കാണിക്കുന്ന 5 ഓഹരികളെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് അടുത്ത ആഴ്ച ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഒന്നാമത്തെ സ്റ്റോക്ക് ഇന്ത്യൻ ഹോട്ടൽ മിൽസ് കമ്പനി IHCL. ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ള കമ്പനിയിലെ പ്രൊമോട്ടർമാരായിട്ടുള്ള ടാറ്റ സൺസിന് വളരെ ശക്തമായിട്ടുള്ള ഹോൾഡിംഗ് ആണുള്ളത്. 17ാമത്തെ പ്രാവശ്യമാണ് കമ്പനി റെക്കോർഡ് നേട്ടം പ്രഖ്യാപിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ കാണുന്നത് ഒരു ലിക്വിഡിറ്റി ഡ്രിവൺ റാലി അല്ലെങ്കിൽ ഒരു ഇവന്റ് ബേസ്ഡ് റാലി ആയിരുന്നു. ലിക്വിഡിറ്റി ബേസ്ഡ് റാലി എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പണമൊഴുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്കിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ടറിലേക്കോ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ മൂവ്മെന്റ്, അത് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇവന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റാലി, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കൊണ്ടുണ്ടായ ആ ഒരു പ്രോബ്ലം മാർക്കറ്റിനെ വല്ലാതെ ഉലക്കുകയുണ്ടായി. അത് തന്നെയാണ് ആ ഒരു ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഹൈക്കിനും മറ്റ് കൺഫ്യൂഷൻസിനും ഒക്കെ കാരണമായത്. അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കൊണ്ടും പ്രൈസ് ഹൈക്ക് കൊണ്ടും ഒക്കെ വലിയ രീതിയിലുള്ള മാർക്കറ്റിന്റെ ഒരു നെഗറ്റീവ്, ഒരു ഡൗൺവേർഡ്സ് റാലി നമുക്ക് കാണാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അതൊരു ഇവന്റ് ബേസ്ഡ് റാലിയാണ് അല്ലെങ്കിൽ ഒരു ന്യൂസ് ബേസ്ഡ് റാലിയാണ് എന്ന് പറയാൻ കഴിയും. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ മാർക്കറ്റ് പതുക്കെ മറ്റൊരു സ്റ്റേജിലേക്ക് വരികയാണ്. ഏർണിംഗ്സ് എക്സിക്യൂഷൻ ബേസ്ഡ് ഫേസ് ആണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. പല കമ്പനികളുടെയും Q1 റിസൾട്ടുകൾ, അവയുടെ പ്രകടനം, ഭാവിയിലേക്കുള്ള വളർച്ചയുടെ കണക്കുകൾ, ഇവയെല്ലാം വിപണിയുടെ ഗതി നിർണ്ണയിക്കുന്ന പാരാമീറ്റേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം അമേരിക്കയിലെ ഒരു പണപ്പെരുപ്പം കുറയുന്നത് ആഗോള വിപണിക്ക് ഒരു പോസിറ്റീവ് സൂചന നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെന്റിമെന്റ് കോഷ്യസ്ലി ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിലും നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഇന്ത്യൻ കമ്പനികളുടെ ആ ഒരു റിസൾട്ടിന്റെയോ അല്ലെ പെർഫോമൻസിന്റെയോ ഒക്കെ ബേസ്ഡ് ആയിട്ടായിരിക്കും. അപ്പൊ ഈ ഒരു പുതിയ സാഹചര്യത്തിൽ നല്ല കോർപ്പറേറ്റ് റിസൾട്ടുകളും അതുപോലെ തന്നെ പ്രൊമോട്ടർമാരുടെ ശക്തമായിട്ടുള്ള പിന്തുണയൊക്കെ കാണിക്കുന്ന 5 ഓഹരികളെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് അടുത്ത ആഴ്ച ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ 5 കമ്പനികളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു മിഡ് ക്യാപ് കമ്പനികളെ നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, അതിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിന്റെ സാഹചര്യങ്ങളെ പഠിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് ആഭ്യന്തര ഘടകങ്ങൾ ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രൂഡ് ഓയിലിന്റെ വില, അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ മാർക്കറ്റിന്റെ പല ആംഗിളിൽ നിന്നുള്ള ഇഷ്യൂ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതേ സമയത്ത് മാറുന്ന ആഗോള സാഹചര്യത്തിൽ ലോകത്തെങ്ങുമുള്ള നിക്ഷേപകർ വളരെ സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള ആഭ്യന്തര വളർച്ചയും സർക്കാർ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് നടത്തുന്ന വലിയ നിക്ഷേപങ്ങളും ഒക്കെ നമ്മുടെ വിപണിയെ നല്ല രീതിയിൽ എല്ലാവരുടെ മുമ്പിലും വളരെ അട്രാക്റ്റീവ് ആക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു 5 സ്റ്റോക്കുകളുടെ ലിസ്റ്റിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ സ്റ്റോക്ക് ഇന്ത്യൻ ഹോട്ടൽ മിൽസ് കമ്പനി IHCL. ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ള കമ്പനിയിലെ പ്രൊമോട്ടർമാരായിട്ടുള്ള ടാറ്റ സൺസിന് വളരെ ശക്തമായിട്ടുള്ള ഹോൾഡിംഗ് ആണുള്ളത്. ഏകദേശം 38% മുകളിൽ പ്രൊമോട്ടർമാർ തങ്ങളുടെ ഓഹരികൾ സുരക്ഷിതമായിട്ട് നിലനിർത്തുന്നുണ്ട്. മികച്ച ലാഭവിഹിതം നൽകുന്നതും അതുപോലെ തന്നെ നിക്ഷേപകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതുമായിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് ഈ പ്രൊമോട്ടർമാരുടെ ആ ഒരു അവൈലബിലിറ്റി. അപ്പൊ തീർച്ചയായിട്ടും മറ്റ് സാധ്യതകൾ, എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ അവയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു സാധ്യതകളെ പറ്റി പഠിക്കണം. അവിടെ വിപണിയിലെ ഒരു വലിയ ഒക്യുപ്പൻസിയും അതുപോലെ തന്നെ ടാജ് ബ്രാൻഡിന്റെ കരുത്തുമൊക്കെയാണ് ഈ ഒരു മികച്ച പ്രകടനത്തിന് കാരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. തുടർച്ചയായിട്ട് 17ാമത്തെ പ്രാവശ്യമാണ് കമ്പനി റെക്കോർഡ് നേട്ടം പ്രഖ്യാപിക്കുന്നത്. തീർച്ചയായിട്ടും വളർച്ചയിലുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്കിവിടെ കാണാൻ കഴിയും. നമുക്ക് ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് ഒന്ന് നോക്കി സ്റ്റോക്കിന്റെ മൊത്തത്തിൽ ഒന്ന് പഠിച്ചു വരാം. കമ്പനി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കൺസോളിഡേറ്റഡ് വരുമാനം ഏതാണ്ട് 2339 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 20.8% വർദ്ധിച്ച് 358 കോടിയിലധികം ഉയർന്നു. അതുപോലെ തന്നെ ടെക്നിക്കൽ വശങ്ങൾ നോക്കിയാൽ സ്റ്റോക്കിന്റെ PE റേഷ്യോ 52 ലെവലിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഉയർന്ന വില 812 ആണ്. അപ്പോൾ ചാർട്ടുകളിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകളിൽ നിന്ന് സ്റ്റോക്ക് തിരികെ കയറുന്ന ആ ഒരു പ്രവണത കാണിക്കുന്നത് ഒരു പോസിറ്റീവ് സൂചന തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ പോസിറ്റീവ് ഘടകങ്ങളൊക്കെ ഈ ഒരു റിസൾട്ടിന്റെ കൂടെ നമ്മുടെ സ്റ്റോക്കിനെ മുകളിലേക്ക് എത്തിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. ടെക്നിക്കലി നോക്കിയാലും നല്ല സാഹചര്യങ്ങളാണ്. നല്ലൊരു ഗ്രോത്തിന് സാധ്യതയുള്ള സ്റ്റോക്കായിട്ട് നമുക്ക് IHCL കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിന് നമ്മുടെ വാച്ച്
ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം, മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ ശ്രദ്ധിക്കേണ്ടത്? ഹെൽത്ത് കെയർ രംഗത്തെ മുൻനിര കമ്പനിയാണ്. പ്രൊമോട്ടർമാരായിട്ടുള്ള KKR ഫണ്ട്സിന്റെ കീഴിലുള്ള മാക്സ് ഹെൽത്തിൽ പ്രൊമോട്ടർമാരുടെ പങ്കാളിത്തം വളരെ ശക്തമാണ്. കമ്പനിയുടെ വളർച്ചയ്ക്ക് പ്രൊമോട്ടർമാർ ഫണ്ട് സമാഹരണവും അടിസ്ഥാന സൗകര്യ വികസനവും ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ മുന്നോട്ടുള്ള സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പുതിയ ഹോസ്പിറ്റലുകളുടെ ഏറ്റെടുക്കലും പ്രീമിയം ഹെൽത്ത് കെയർ സർവീസുകളുടെ വളർച്ചയും കമ്പനിയുടെ മാർജിൻ വർദ്ധിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്ലയൻസിൽ നിന്നുള്ള വരുമാനത്തിലെ വർധനവ് കമ്പനിക്ക് വലിയ ഗുണകരമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കമ്പനിയുടെ ഒരു ഫണ്ടമെന്റൽ അതുപോലെ തന്നെ ടെക്നിക്കൽ ഡേറ്റ ഒന്ന് അനലൈസ് ചെയ്യാം. കമ്പനിയുടെ വരുമാനത്തിൽ 19% വളർച്ചയുണ്ടായി. അതുപോലെ തന്നെ അറ്റാദായത്തിലും ശക്തമായിട്ടുള്ള മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടെക്നിക്കലി നോക്കുമ്പോൾ പി റേഷ്യോ ഏകദേശം 71 ആണ്. ഹെൽത്ത് കെയർ സെക്ടറിലെ പൊതുവായിട്ടുള്ള ഒരു പോസിറ്റീവ് സെന്റിമെന്റിനൊപ്പം ഈ സ്റ്റോക്ക് ഒരു ഹയർ ഹൈ പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് ഒരു ബുള്ളിഷ് ട്രെൻഡ് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് മൊമെന്റം അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജ് ഒക്കെ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രോത്ത് ചാൻസ് കൂടി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കി നമ്മുടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം, കമ്മിൻസ് ഇന്ത്യ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യമാണ്. അതിന്റെ ഇന്റർനാഷണൽ മോഡലായിട്ടുള്ള ക്യുമിൻസ് ഇൻകോർപ്പറേറ്റഡ് USA കമ്പനിയിൽ ഭൂരിപക്ഷ ഓഹരി പങ്കാളിത്തം കൈയാളുന്നുണ്ട്. 51% മുകളിൽ ഓഹരി പ്രൊമോട്ടർമാരുടെ കയ്യിൽ തന്നെയാണ്. ഓഹരി ഉടമകൾക്ക് ഉയർന്ന ഡിവിഡൻഡ് നൽകുന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഓഹരി വലിയ ഒരു സാധ്യതയുള്ള ഓഹരിയായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അവരുടെ ബിസിനസ് മുന്നോട്ട് പോകാൻ സാധ്യത എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡാറ്റാ സെന്ററുകളുടെയും ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യകതകളുടെയും ഒക്കെ ആ ഒരു പശ്ചാത്തലത്തിൽ നാഷണൽ ലെവലിലുള്ള വിപണി റിക്വയർമെന്റിൽ നിന്ന് കമ്പനി വളരെ വലിയ ഒരു ബെനിഫിറ്റ് ആണ് നേടിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള പ്രൊമോട്ടർ പിന്തുണയും സ്ഥിരതയുള്ള പ്രകടനവും ഒക്കെ ഈ ഒരു സ്റ്റോക്കിനെ ആകർഷണീയമാക്കി മാറ്റുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഫണ്ടമെന്റലി നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ കണക്കുകൾ പ്രകാരം കമ്പനി റെക്കോർഡ് വരുമാനമായിട്ടുള്ള 11,950 കോടി 18% വർധനവോടെ വരുത്തുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റാദായം 22% വർദ്ധിച്ച് 2,330 കോടിയിലെത്തി. പി റേഷ്യോ ഏകദേശം 64 ആണ്. അപ്പോൾ ഒരു ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 6,742 ആണ്. ക്യാപിറ്റൽ ഗുഡ് സെക്ടറിലെ ശക്തമായുള്ള മുന്നേറ്റത്തിന്റെ പിന്തുണയോടെ ഈ സ്റ്റോക്കിന് നല്ലൊരു ബുള്ളിഷ് മൊമെന്റം നമ്മൾ ടെക്നിക്കൽ ചാർട്ടിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഈ ഒരു ടെക്നിക്കൽ ചാർട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് പോകേണ്ടതുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ അതുപോലെ തന്നെ മൂവിംഗ് ആവറേജ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്ന ഏരിയകൾ നമ്മൾ കൃത്യമായിട്ട് എൻട്രി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയും നമ്മുടെ ആ ഒരു എൻട്രി ഏരിയയിലേക്ക് സ്റ്റോക്ക് എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും എൻട്രി എടുക്കാനുള്ള ഒരു നല്ല സാധ്യതയുള്ള സ്റ്റോക്കായിട്ട് കമ്മിൻസ് ഇന്ത്യയെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കിനി നമ്മുടെ നാലാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. അതിന് തൊട്ടു മുമ്പ് ഒരു കാര്യം പറയട്ടെ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ എപ്പോഴും പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗും അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റികളും തരുന്ന സ്റ്റോക്ക് ഐഡന്റിഫിക്കേഷൻ, സ്റ്റോക്ക് സെലക്ഷൻ, സ്റ്റോക്ക് അനാലിസിസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ചാനൽ പരിചയപ്പെടുത്തി കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക്, അതായത് നമ്മുടെ നാലാമത്തെ സ്റ്റോക്കിലേക്ക് പോകാം, മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ്. എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്കിനെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്? ഡിഫൻസ് സെക്ടറിലെ ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം വളരെ ശക്തമായിട്ടുള്ള ഓർഡർ ബുക്കുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. PSU ആയതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് ആണ് ഇതിന്റെ പ്രധാന പ്രൊമോട്ടർ. ഏകദേശം 81%-ലധികം ഓഹരികൾ സർക്കാരിന്റെ കൈവശമുണ്ട്. സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ നയങ്ങളുടെ ഭാഗമായിട്ട് പ്രൊമോട്ടറുടെ പൂർണ്ണ പിന്തുണ ഈ കമ്പനിക്കുണ്ട്. ദീർഘകാലത്തേക്ക് സ്ഥിരമായിട്ടുള്ള ഓർഡറുകൾ ലഭിക്കാനുള്ള സാധ്യതകളും വരുന്നുണ്ട്. ഫണ്ടമെന്റലി നോക്കിയാൽ മികച്ച റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഏതാണ്ട് 29% ലാഭ വളർച്ചയും കമ്പനിയെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. പി റേഷ്യോ ഏതാണ്ട് 36 അടുത്താണ്. 52 വീക്കിലെ ഹൈ നോക്കിയാണെങ്കിൽ 3061, ലോ 2057 ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ടെക്നിക്കലി നോക്കുമ്പോൾ ഡിഫൻസ് സ്റ്റോക്കുകളോടുള്ള നിക്ഷേപകരുടെ താല്പര്യം വർദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നല്ലൊരു റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു നല്ല സൂചനയാണ്. തീർച്ചയായിട്ടും ഈ ഒരു റെസിസ്റ്റൻസ് ലെവലുകളൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു പുൾ ബാക്കിൽ ഒരു എൻട്രിയും നല്ലൊരു റാലിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കും നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കായിട്ട് കണക്കാക്കാം. അപ്പൊ ഇനി അവസാനമായിട്ട് അഞ്ചാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാണ് PB ഫിൻടെക്. ഓൺലൈൻ ഇൻഷുറൻസ് രംഗത്തെ ആധിപത്യം വഴി, അതായത് പോളിസി ബസാർ വഴി, കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ വഴിയും കമ്പനി നഷ്ടത്തിൽ നിന്ന് സ്ഥിരമായിട്ടുള്ള ഒരു ലാഭത്തിലേക്ക് ചുവടുമാറ്റം നടത്തിയിരിക്കുകയാണ്. കമ്പനിയുടെ സ്ഥാപകരും പ്രൊമോട്ടറുമായിട്ടുള്ള യാഷ് ദഹിയ, അലോക് ബൻസാൽ എന്നിവർ അവരുടെ ആ ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി കാണിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നതുകൊണ്ട് കമ്പനിയുടെ ദീർഘകാല ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു.
കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് പ്രീമിയത്തിലുള്ള വളർച്ചയും പുതിയ യൂസേഴ്സിനെ നേടുന്നതിലുള്ള വിജയവും ഒക്കെ കമ്പനിയുടെ മുന്നേറ്റത്തിന് നല്ല സാധ്യതകൾ നൽകുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കമ്പനിയുടെ ഒരു ഫണ്ടമെന്റൽ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ഏറ്റവും പുതിയ ക്വാർട്ടറിൽ കമ്പനിയുടെ വരുമാനത്തിൽ 36.5% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6,794 കോടി രൂപയാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻഷുറൻസ് രംഗത്തെ വലിയ മുന്നേറ്റം സ്റ്റോക്കിന്റെ ടെക്നിക്കൽ വശത്തും പ്രതിഫലിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. പി റേഷ്യോ 106 എന്ന ഉയർന്ന നിലയിലാണ്. എന്നിരുന്നാലും തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്ന സമയത്ത് നമ്മുടെ എൻട്രി പോയിന്റുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് എൻട്രി ചെയ്യുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 1974, അതുപോലെ തന്നെ 52 വീക്ക് ലോ 1334 ആണ്. ഡിജിറ്റൽ ഫിൻടെക് സെക്ടറുകളിൽ വോളിയം വർദ്ധിക്കുന്നതനുസരിച്ച് ഈ സ്റ്റോക്കും ശ്രദ്ധേയമായിട്ടുള്ള മുന്നേറ്റത്തിന് തയ്യാറെടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഇവിടെ ടെക്നിക്കൽ ചാർട്ടിൽ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ല ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുകയും നല്ലൊരു എൻട്രി ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് നല്ലൊരു വിജയ സാധ്യതയുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാം. ഇനി പറയേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം റിസ്ക് മാനേജ്മെന്റ് ആൻഡ് സൈക്കോളജി, ഇവ രണ്ടുമാണ്. മാർക്കറ്റിലെ അവസരങ്ങൾ ഉള്ളതുപോലെ തന്നെ നഷ്ടസാധ്യതകളുമുണ്ട്. നമ്മൾ ചർച്ച ചെയ്തവ മിഡ് ക്യാപ് സ്റ്റോക്കുകൾ ആയതുകൊണ്ട് തന്നെ വിപണിയിലെ ചെറിയ ഫ്ലക്ച്വേഷനിലൊക്കെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഓരോ ട്രേഡിനും ഓരോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെക്കുക. സ്റ്റോക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ നീങ്ങിയില്ലെങ്കിൽ ആ ഒരു ട്രേഡിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് പോയിന്റ് ആയിട്ട് അതിനെ കണക്കാക്കാം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ശീലം മറക്കാതിരിക്കുക. പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളൊക്കെ നിൽക്കുമ്പോൾ മാർക്കറ്റിലെ അപ്രതീക്ഷിത ഇടിവുകൾക്ക് കാരണമായേക്കാം. അതിനാൽ കിട്ടിയ ലാഭം അറ്റ്ലീസ്റ്റ് പെർസെന്റേജ് ബേസ് 50%, 75% ബേസിൽ നമ്മൾ ബുക്ക് ചെയ്യുന്നത് ഒരു നല്ല എക്സിറ്റ് സ്ട്രാറ്റജി ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഇന്ത്യൻ വിപണി ഇപ്പോൾ കമ്പനികളുടെ പ്രകടനത്തെയും റിസൾട്ടുകളെയും അടിസ്ഥാനമാക്കി നീങ്ങാൻ തുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത്. നമ്മൾ ചർച്ച ചെയ്തത് 5 സ്റ്റോക്കുകളാണ്. വളരെ ശക്തമായിട്ടുള്ള റിസൾട്ടുകളും പ്രൊമോട്ടർമാരുടെ ഒരു പുഷും പിന്തുണയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് അറിയിക്കാം. തീർച്ചയായിട്ടും അതൊക്കെ ഒരു വലിയ മോട്ടിവേഷൻ ആണ്. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത മറ്റേതെങ്കിലും കമ്പനികളുണ്ടെങ്കിൽ അവ കൂടി കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾ ശ്രദ്ധിക്കുന്ന മികച്ച റിസൾട്ടുകൾ വരുന്ന മറ്റ് സ്റ്റോക്കുകൾ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അഭിപ്രായത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് കൂടി കമന്റായിട്ട് അറിയിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.